ആദിവാസി സഹോദരനും ആനയുടെ കലിയുടെ കീഴിൽ ദയനീയമായി ചവിട്ടിയരയ്ക്കപ്പെട്ടപ്പോൾ കഴിഞ്ഞ 14 ജീവനുകൾ പൊലിഞ്ഞപ്പോഴും നാം ഇങ്ങനെ സമരം ചെയ്തതാണ്. നാം ഈ സങ്കടങ്ങൾ ഉത്തരവാദപ്പെട്ടവരുടെ മുമ്പിൽ അറിയിച്ചതാണ്. പക്ഷേ അവയ്ക്ക് എന്ത് വില കിട്ടി എന്നുള്ളത് നാം തിരിച്ചറിയുന്ന വസ്തുതയാണ്. ഓർക്കുക, അത് കേന്ദ്ര സർക്കാരിന്റെ വന്യജീവി സംരക്ഷണ നിയമങ്ങളാകട്ടെ, സംസ്ഥാന സർക്കാരിന്റെ നിയമങ്ങളാകട്ടെ, ഇവയൊക്കെയും ഇവിടുത്തെ വന്യമൃഗങ്ങളെയും വനം വകുപ്പിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെയും സംരക്ഷിക്കുന്നതിനപ്പുറത്ത് ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരവും ദുഃഖകരവുമായ സത്യം. നമുക്ക് ഓർത്തു നോക്കാം പ്രിയപ്പെട്ടവരെ, ഈ വനനിയമങ്ങൾ മൂലം, വന്യജീവി സംരക്ഷണ നിയമങ്ങൾ മൂലം സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ആനയ്ക്കും കടുവായ്ക്കും പുലിക്കും കാട്ടുപന്നിക്കും കുരങ്ങിനും മയിലിനും അവകാശങ്ങളുണ്ട്. ഈ മലയോര ദേശത്ത് അവകാശങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇവിടുത്തെ ആദിവാസികളും മലയോര കർഷകരും മാത്രമാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ സത്യമെന്ന് നാം തിരിച്ചറിയണം. മലയോര കർഷകർക്ക്, ഇവിടെ ജീവിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ല. അവരെ സർക്കാർ കരുതുന്നത് ഇവിടുത്തെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള കേവലം ഇരകൾ മാത്രമായിട്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാല് കുറ്റപ്പെടുത്താനാവുമോ? ഇവിടുത്തെ കാലഹരണപ്പെട്ട വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന്, ആ നിയമങ്ങളുടെ പിൻബലത്തില് ഇവിടെ സാധാരണക്കാരന് ജീവിക്കാനാവില്ല എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ പോലും നേരിൽ കണ്ട് സംസാരിച്ചതാണ് ഞങ്ങള്. സംസ്ഥാന സർക്കാരിന്റെ ദൃഷ്ടിയില് ഈ സങ്കടങ്ങൾ പലവട്ടം ഞങ്ങൾ കൊണ്ടുവന്നതാണ്. എന്നാൽ അതിനൊന്നും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ കാട്ടുമൃഗങ്ങൾക്കും സർക്കാരിനും കർഷകരോട് ഒരേ മനോഭാവമാണ് എന്ന് പറയാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. കാരണം ഇത് അങ്ങേയറ്റം സങ്കടകരമാണ്. എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം മുട്ടിക്കാം, അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല, സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വൻകിട കുത്തക സംരംഭങ്ങള് നൽകുന്ന കാർബൺ ഫണ്ട് എന്ന മോഹന പ്രലോഭനത്തിന് മുൻപില് പലരും മയങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. മലയോരത്തിന്റെ മലമടക്കുകളിൽ നിന്ന് ഒരായുസ് മുഴുവനും അധ്വാനിച്ച കൃഷിഭൂമി ഉപേക്ഷിച്ചുകൊണ്ട് നൂറല്ല ആയിരക്കണക്കിന് മനുഷ്യര് കുടിയിറങ്ങാൻ നിർബന്ധിതരാകുന്ന, അതിന് അവരെ നിർബന്ധിതരാകാൻ തക്ക വിധത്തില് വന്യമൃഗങ്ങളെ നിർബാധം ഈ കൃഷിഭൂമിയിലേക്ക് കയറൂരി വിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് കേവലം ഏതെങ്കിലും ഒരു സർക്കാരിനോടോ രാഷ്ട്രീയപരമായ നിലപാടോ അല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ മലയോര കർഷകരില് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമുണ്ട്, എല്ലാ മതവിഭാഗങ്ങളുമുണ്ട്, മതമില്ലാത്ത മനുഷ്യരുമുണ്ട്. അവരെല്ലാവരുടെയും സങ്കടങ്ങളാണ് ഞങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വയ്ക്കുന്നത്. ഇവിടെ കുടിയേറ്റ കർഷകനെ കുടിയേറ്റ മണ്ണിൽ നിന്ന് കുടിയിറക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായൊരു ശ്രമം, അത് കാർബൺ ഫണ്ട്
കൈപ്പറ്റുന്നതിന് വേണ്ടി കുടിയേറ്റ കർഷകനെ പടിയിറക്കി പിണ്ടം വെച്ച് ആ പ്രദേശം മുഴുവനും വനഭൂമിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം സംഘാതമായി നടക്കുന്നു എന്ന് സംശയിക്കാൻ പോരുന്ന എല്ലാ സാഹചര്യങ്ങളും